ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ അവിചാരിതമായൊരു യാത്രയിലാണ്. പെട്ടെന്ന് തീരുമാനിച്ചതാണ് മൂകാംബികയ്ക്കൊരു യാത്ര. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് ട്രെയിൻ ബുക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ റൂം ബുക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ ഒരു ടെൻഷനോട് കൂടിയുള്ള ചെറിയൊരു യാത്രയാണിത്. അപ്പോൾ നമ്മൾ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. രാവിലെ 7:30ക്കാണ് ട്രെയിന്. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് 6 മണിക്കത്തെ ബസ്സിന് പയ്യന്നൂർക്ക് വന്നു. പയ്യന്നൂരിൽ നിന്ന് പിന്നെ 7:30 ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വന്ന് നിന്നതും ട്രെയിൻ വരലും എല്ലാം കൂടെ ഒന്നിച്ചായിരുന്നു. ഇതാണ് ട്രെയിന്. ഈ ട്രെയിനാണ് ഞങ്ങൾ പോകേണ്ടത്. അപ്പോൾ ട്രെയിൻ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. കേശു ഭയങ്കര ആകാംക്ഷയോടെ നിൽക്കുക. ഒന്നാമത് കേശുവിന് ട്രെയിൻ യാത്ര ഒരു ഭയങ്കര ഹരമാണ്. അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് കയറി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ കൃത്യമായൊരു സീറ്റ് ഇളയമ്മയ്ക്കും മോനും കിട്ടി. ട്രെയിൻ ബുക്ക് ചെയ്യാതെയാണ് ഞങ്ങൾ പോയത്. അപ്പം സ്ലീപ്പറിൽ കയറിയിട്ട് പിന്നെ TTR വന്നു കഴിയുമ്പം നമുക്കടുത്ത് പൈസ കൊടുക്കാം അങ്ങനെ വിചാരിച്ചാൽ കയറിയത്. എന്തായാലും ട്രെയിനിൽ കയറിയപ്പോൾ മുതൽ ഇങ്ങനെ ഓരോരോ കച്ചവടക്കാർ വരുമ്പോൾ കേശു അതെല്ലാം ഇങ്ങനെ ഇളയമയെ കാണിച്ചു കൊടുക്കുക. ഇത് കണ്ടോ, എൻ്റെ കീ ചെയിനും കൊണ്ടാണ് ആൾക്കാർ വന്നത്. അപ്പോൾ ആ കീ ചെയിനൊക്കെ നോക്കിയിട്ട് കേശു ഭയങ്കര ആകാംക്ഷത. അവൻ്റെ മുന്നിൽ തന്നെ അത് കൊണ്ടുപോയി അവർ കൃത്യമായി തൂക്കിയിട്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികളുടെ മുന്നിൽ അതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കുട്ടികളതിന് വേണ്ടി വഴക്കുണ്ടാക്കും, വാശി പിടിക്കുന്നൊക്കെ അവർക്കറിയാം. അങ്ങനെ ചെയ്തപ്പോൾ വന്ദേ ഭാരത് നല്ല ഫാസ്റ്റായിട്ട് പോവാണ്. കേശു പുറത്തേക്ക് നോക്കിയിരിക്കുക. അവൻ കേശു നല്ല യാത്ര എൻജോയ് ചെയ്തിരിക്കുക. പുറത്തേക്കൊക്കെ നോക്കി നല്ല സുഖസുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുകയാണ്. എപ്പോഴും ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ ഒരു ഹരമല്ലേ. കാരണം ഒന്ന് ക്ഷീണമില്ല, 2 കാഴ്ചകളൊക്കെ കണ്ട് പോകാം. ഇന്ന് രാവിലത്തെ യാത്ര എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ ഒരു സുഖമാണ്. കാരണം മഞ്ഞും സൂര്യനും എന്താ പറയുക, നല്ലൊരു ഭംഗിയുള്ള കാഴ്ച. പിന്നെ ഇതാ അമ്മാമ്മയും കൊച്ചുമോനും കൂടെ ഭയങ്കര പാട്ടും കളികളൊക്കെ ആയിട്ട് വെറുതെ ഇരിക്കല്ലേ. അപ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടെ ഭയങ്കര പാട്ടൊക്കെ പാടിയിരിക്കുക. അങ്ങനെ നമ്മുടെ മംഗലാപുരത്തെത്തി. മംഗലാപുരത്തു നിന്ന് പിന്നെ ഇനി നമ്മൾ ബസ്സിന് പോകാമെന്ന് വിചാരിക്കുന്നു. കാരണം ട്രെയിനൊക്കെ പിന്നെ കുറച്ച് താമസമുണ്ട്. ബസ്സിനാണെങ്കിൽ ഒരു 4 മണിക്കൂറൊക്കെ കൊണ്ട് നമുക്ക് മൂകാംബിക എത്താൻ പറ്റും. അപ്പോൾ പിന്നെ ട്രെയിൻ നോക്കി നിൽക്കുന്നില്ല, നേരെ പോയാൽ ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്താം. അങ്ങനെ ചിന്തിച്ചിട്ടാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അങ്ങനെ മംഗലാപുരം എത്തിക്കൊണ്ടേയിരിക്കുന്നു. മംഗലാപുരത്തു നിന്ന് പിന്നെ എല്ലാം വളരെ ഫാസ്റ്റായിരുന്നു. വേഗം ചായ കുടിച്ച് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ പുറത്തിറങ്ങി, റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങിയപ്പോൾ തന്നെ അവിടെ ബസ് ഉണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അങ്ങനെയൊക്കെയാണ് പോകുന്നത്. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ 10 മണിയായപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോൾ തന്നെ ഈ ബസ് അവിടെ നിന്ന് 10:30 ആയപ്പോഴത്തേക്കും ഏകദേശം പോന്നു. അതുകൊണ്ട് തന്നെ അതിനിടയ്ക്കുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബസ്സിൽ കയറിയതും കേശു ഉറക്കം സ്റ്റാർട്ട് ചെയ്തു. കാരണം അത്രയും നേരം ഉറങ്ങാണ്ടൊക്കെ ഇരുന്നിട്ട് ബസ്സിൽ നല്ല സുഖമല്ലേ, ഫുള്ള് വണ്ടി നല്ല കുലുങ്ങി പോകുന്നു. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എണീറ്റു. കാരണം എനിക്ക് ഭയങ്കര ബോറടിയാണ്. ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നിട്ട്. അതുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയും ചെയ്ത്. ഇളയമ്മ നേരെ പുറകിൽ. അങ്ങനെ 3 പേർക്കുള്ള സീറ്റിംഗ് അല്ല, 2 പേർക്കുള്ളതായതുകൊണ്ട് ഞാൻ ഇളയമ്മ ബാക്കിലിരുന്നു. ഇളയമ്മയ്ക്ക് ഭയങ്കര ബോറടിയായിരുന്നു. കാരണം ആരോടും സംസാരിക്കാനൊന്നും ഇല്ലല്ലോ. അങ്ങനെ മൂകാംബിക എത്തി. എനിക്ക് മൂകാംബികയിൽ എത്തുമ്പോൾ ഏറ്റവും ഭയങ്കര സന്തോഷം തോന്നി ഈ കവാടം എത്തുമ്പോഴാണ്. കാരണം ഈ കവാടം എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൂകാംബിക അമ്പലത്തിൻ്റെ അടുത്തെത്തിയെന്നൊരു തോന്നലുണ്ടാവും. അങ്ങനെ ബസ് സ്റ്റാൻഡെത്തി. ബസ് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ടെൻഷൻ നമുക്ക് റൂമിനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. കാരണം റൂം നമ്മൾ ബുക്ക് ചെയ്യാണ്ടാണല്ലോ പോയത്. ഇവിടെ എത്തിയപ്പോഴേ മനസ്സിൽ ടെൻഷൻ വരാൻ തുടങ്ങി. ഈശ്വര, റൂമൊന്നും കിട്ടുകയില്ലേ, എന്താണെന്നൊന്നും അറിയില്ലല്ലോ. സീസൺ അല്ലെങ്കിൽ പോലും എപ്പോഴും അവിടെ തിരക്കാണല്ലോ. എന്തായാലും ദൈവം സഹായിച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു റൂം അവിടെ ഉണ്ടായിരുന്നു, സന്നിധി എന്ന് പറഞ്ഞിട്ട്. എന്തായാലും അവിടെ ചെന്ന് ചോദിച്ചതേ നമുക്ക് റൂം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകുന്നതായി കാണുന്നത്. ഇനി ഇതിൻ്റെ ബാക്കി വീഡിയോ അടുത്ത ഭാഗമായിട്ട് വരുന്നതായിരിക്കും.